ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൽ മധുശ്രീയുടെ ഗുണ്ടകൾ കാർത്തികയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ശ്രീ വേഗം മധുശ്രീക്ക് ഓർക്കപ്പുറത്ത് കാർത്തികയുടെ നേരെ വെടി കൊള്ളുവാണ്. വെടി കൊള്ളുമ്പോൾ കയ്യിലാണ് കൊള്ളുന്നത്. അപ്പോൾ ഇത് കണ്ട് കാർത്തിക വേഗം കയ്യിലേക്ക് നോക്കുകയാണ്. കയ്യിലോട്ട് നോക്കിക്കൊണ്ട് ഓടുമ്പോഴത്തേക്കിന് ഒരു ഇഷ്ടിയെ തട്ടി അവിടെയുള്ള ഒരു കിണറ്റിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവരിങ്ങനെ എത്തി വലഞ്ഞ് നോക്കുകയാണ് കിണറ്റിലേക്ക്. അപ്പോഴേക്കും കാർത്തിക വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ട്. വേഗം ശാലിനിയും കൂട്ടിന് വരുന്ന കണ്ട് ഇവരങ്ങ് പോവുകയാണ്. എന്തായാലും ഈ കാർത്തികയ്ക്ക് നേരെ തോക്കിൻ്റെ വെടി വെക്കുന്ന സൗണ്ട് ശാലിനി കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശാലിനി വേഗം അനുവിനോട് പറയുകയാണ്, കാർത്തികയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ നോക്കുകയാണ്. കെട്ടിടത്തിൻ്റെ അവിടെ എല്ലാം മൊത്തത്തിൽ നോക്കുകയാണ്. കുറേ നേരം ഇവർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കിനാണ് ശാലിനിക്ക് ഒരു ബോധം വന്ന പോലെ തോന്നുന്നു. ശാലിനി വേഗം ഇങ്ങനെ ഓർക്കുകയാണ്, ഈ ഗുണ്ടകൾ വന്ന് നിന്ന സ്ഥലം എവിടെയാണെന്ന്. അങ്ങനെ ഗുണ്ടകൾ വന്ന് നിന്ന് ആ കിണറിനെ അവിടുത്തെ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ശാലിനി ഓർക്കുന്നു. വേഗം വന്ന് അവർ കിണറ്റി നോക്കുമ്പോൾ കാർത്തിയാണ് എങ്ങനെയും രക്ഷപ്പെടാനുള്ള രീതിയിൽ കൈയും കാലോട്ട് അടിച്ചാണ് ഇവർ കാണുന്നത്. അപ്പോഴേക്കും അനുവിനോട് ശാലിനി പറയുകയാണ്, എത്രയും വേഗം കാർത്തിയെ നമുക്ക് ഇവിടുന്ന് രക്ഷിച്ചേ പറ്റത്തുള്ളൂ, അതിനുള്ള നടപടികൾ ചെയ്യണമെന്ന് പറഞ്ഞ് വേഗം കാർത്തിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുവാണ്. പിന്നീട് കാണിക്കാൻ സത്യാമ്മയുടെ വീട്ടിൽ സത്യാമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് വിഷ്ണുവിനെ പുറത്തിറക്കാൻ പറ്റുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രിയിലാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രാഘവേട്ടൻ അടുത്തുണ്ട്. രാഘവേട്ടൻ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ മോനെ നാളെ ഇറക്കാൻ പറ്റുമോ, എന്താണ് അർജുൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേന് പറയും, എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശാലിനി എന്ന് പറഞ്ഞാൽ അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വിഷം വരെ കൊടുത്തതല്ലേ, അവൾ എല്ലാവരും മുന്നിൽ അഭിനയിക്കുവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് പ്രിയ അവളെയല്ലേ, അവൾ എൻ്റെ മോനോട് സ്നേഹിക്കുന്നത് സ്നേഹമൊന്നുമല്ല എന്നൊക്കെയുള്ള രീതി പറയാണ്. ഉടനെ രാഘവൻ നായർ പറയുകയാണ്, സത്യഭാമയോട് തിരുത്തി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്നുള്ള രീതിയിൽ രാഘവൻ നായർ മിണ്ടാതിരിക്കുകയാണ്. ആമയും രോഹിത്തും അടുത്തോട്ട് വരുവാണ്. എന്നിട്ട് അപ്പോഴേക്കും ഇവർ സത്യാമ്മ ചോദിക്കുകയാണ്, മോനെ നാളെ എൻ്റെ മോനെ പുറത്തോട്ട് ഇറക്കാനായിട്ട് കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രോഹിത്ത് പറയാണ്, ശാലിനി ഏത് വിധേനയും വിഷ്ണുവിനെ പുറത്തിറക്കിയിരിക്കും, എത്രയാണെന്ന് പറഞ്ഞാലും ശാലിനി വിഷ്ണുവിനെ ഇനിയും ജയിലിലേക്ക് വിടത്തില്ല, അത് ഉറപ്പാണെന്നുള്ള രീതിയിൽ പറയുകയാണ്. ഉടനെ സത്യാമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടും. സത്യാമ്മ പറയും, ഒരു ശാലിനി എന്ന് പറയും, നിങ്ങളെല്ലാവരും എപ്പോഴും അവളെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, അവളുടെ യഥാർത്ഥ ഉദ്ദേശം എനിക്കല്ലേ അറിയത്തുള്ളൂ, എൻ്റെ മോനെ കൊല്ലണമെന്നാണ് അവളുടെ ഉദ്ദേശം എന്നൊക്കെ സത്യാമ്മ പറയും. ഇതെല്ലാം കേട്ട് ശ്യാമയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ്. ഉടനെ രാഘവൻ നായരും രോഹിത്തും കൂടെ ശ്യാമയെ നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കാണിക്കുന്നത്. കുടുംബശ്രീ ഹോട്ടലിൽ ശാലിനി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുക. പിറ്റേ ദിവസം രാവിലെ കോടതിയിൽ എന്തൊക്കെ നടക്കുന്നതെന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് കാർത്തി എങ്ങനെയും ജീവനോടെ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ, അതുപോലെ ചന്ദ്രബോസും മധുശ്രീയും കൂടെ നടത്തിയ നാടകത്തിനെക്കുറിച്ചും ഒക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം, എത്രയാണെന്നും കാർത്തിയെ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളെന്നുള്ള രീതിയിൽ ഇങ്ങനെ എൻ്റെ വിഷ്ണുവിനെ പുറത്തിറക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ശാലിനി ഇരിക്കുകയാണ്. അപ്പോഴേക്ക് ശാരദാമ്മ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, മോളെ നാളെ വിഷ്ണുവിനെ പുറത്തിറക്കാൻ കഴിയത്തില്ലേ എന്നൊക്കെയുള്ള കാര്യം ശാലിനിയോട് ചോദിക്കുകയാണ്. അമ്മയെ നാളത്തെ കാര്യം ഒന്നും പറയാറായിട്ടില്ല, എന്തായാലും വിഷ്ണുവേട്ടനെ ഞാൻ ജയിലിലേക്ക് വിടത്തില്ല, അത് ഉറപ്പാണെന്നൊക്കെയുള്ള രീതി ശാലിനി പറയുകയാണ്. ഞാൻ ജീവനോടെ ഉണ്ട്, വിഷ്ണുവേട്ടനെ നാളെ ജയിലിലേക്ക് പോകാൻ അനുവദിക്കത്തില്ല എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് എല്ലാവരുടെ സംസാരം കേട്ട് പപ്പിമോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. വേഗം വിചാരിച്ചു സത്യയെ പോയി ഫോൺ വിളിക്കാമെന്ന് വിചാരിച്ചു. പപ്പി പോയി സത്യ വിളിക്കുകയാണ്. ശ്യാമയുടെ ഫോൺ എടുത്ത് ഫോൺ വിളിക്കുകയാണ്. സത്യ, നാളെ വിഷ്ണു അച്ഛന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അറിയില്ല പപ്പി, എന്തായാലും നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഞാനും പ്രാർത്ഥിക്കാം, സത്യം പ്രാർത്ഥിക്കാം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് രണ്ടുപേരും കൂടെ പൂജാ മുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. സത്യ പൂജാമുറിയിലെത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ബിഗ് ഫ്രണ്ടിനെ ഒരാപത്തും വരുത്തരുത്, വേഗം ജയിലിൽ നിന്ന് ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം തന്നെ പപ്പി പോയി എൻ്റെ വിഷ്ണു അച്ഛന് ഒരാപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേരും വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് മക്കളുടെയും പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. പിന്നീട് കാണിക്കുന്ന പിറ്റേന്ന് കോടതിയിലാണ്. കോടതിയുടെ വാതിക്കൽ സത്യാമ്മയും രോഹിത്തും കൂടെ വെളി നിൽപ്പുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് സത്യാമ്മ ചോദിക്കുകയാണ്, രോഹിത്തെ എൻ്റെ മോനെ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. അപ്പോഴേക്കും രോഹിത്ത് പറയുകയാണ്, സത്യാമ്മ സമാധാനത്തോടെ ഇരിക്കുക, അർജുനേട്ടൻ വരട്ടെ, അർജുനേട്ടൻ എന്തെങ്കിലും പോകുമ്പോഴേ കാണാതിരിക്കത്തില്ല എന്ന് രോഹിത്ത് പറയാണ്. അത് കേട്ട് ഒരു സമാധാനത്തോടുകൂടി സത്യാമ്മയും രോഹിത്തും കൂടെ അവിടെ നിന്ന് അർജുൻ വരുന്നത് നോക്കി നിൽക്കുക. പിന്നീട് സെല്ലിൽ നിന്നും വിഷ്ണുവിനെ പുറത്തിറക്കുകയാണ്. ചന്ദ്രബോസ് വന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, എടാ കഴിഞ്ഞ തവണ നിന്റെ ആ കളക്ടറമ്മയും നിന്റെ അളിയൻ അർജുനും കൂടെ
പറഞ്ഞില്ല 15 ദിവസത്തിനുള്ളിൽ എന്തോ കാണിച്ചു വെക്കുമെന്ന്. ഇന്ന് ആ 15 ദിവസം തീരുന്ന ദിവസമാണ്. നിനക്ക് കോടതിയിൽ എന്താ വിധി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ വിധി കേൾക്കാൻ നീ കോടതിയിലേക്ക് പോകണ്ട. നിന്നെ ഞാൻ റിമാൻഡ് ചെയ്യും. 14 ദിവസത്തെ റിമാൻഡ്. ആ റിമാൻഡ് കഴിയുമ്പോഴേ നീ ചെയ്തതും ചെയ്യാൻ പോകുന്നതും എല്ലാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്തതായിട്ട് തന്നെ പറയും. അതാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ചന്ദ്രബോസ് അടിച്ച് ലെവലാക്കി വിഷ്ണുവിനെ കൊണ്ട് കുറ്റങ്ങളെല്ലാം ഏറ്റെടുപ്പിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ കാലാകാലോളം നിനക്ക് ജയിലിൽ കിടക്കാം. അവിടെ കിടന്ന് നിന്റെ അമർഷവും ദേഷ്യവും എല്ലാം അവിടുത്തെ കമ്പികളോടും ജയിൽ പുള്ളികളോടും എല്ലാം തീർക്കാം. അവിടെ ഇഷ്ടംപോലെ ജയിൽ പുള്ളികളുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ കൈകൊണ്ട് നിന്റെ കഥ തീരും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ചന്ദ്രബോസ് പറയുന്നത്. പിന്നെ നീ പറയുന്നതല്ലോ പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ എന്തൊക്കെയോ ചെയ്യുമെന്ന്. അതൊക്കെ നീ ആ സമയത്തത്തെ ഒരു ഇതിൽ പറഞ്ഞാണെന്ന് ഞാൻ അങ്ങ് മറന്നേ കളയാൻ പോവാണ്. അത് നിൻ്റെ മനസ്സിൽ കയറിയ എന്തെങ്കിലും ചാവല്യം കൊണ്ട് നീ പറഞ്ഞായിരിക്കും. അതൊക്കെ അതിനുള്ള ശിക്ഷയൊന്നും ഞാൻ പിന്നീട് ചെയ്തു തരത്തില്ല. ഇത്രയും നാളും ജയിലിൽ കിടക്കുന്നതിനേക്കാളും വലിയ ശിക്ഷ നിനക്ക് വേറെ കിട്ടാനില്ലല്ലോ എന്നൊക്കെയുള്ള രീതി ചന്ദ്രബോസ് പറയുന്നത്. വേറെ പിന്നീടുള്ള ജീവിതം ജയിൽവാസമാണ്. അവിടെ കിടന്ന് അവിടുത്തെ കൊലപാതകളും ജയിൽ പുള്ളികളും ഒക്കെ ആയിട്ട് നിനക്ക് ചങ്ങാത്തം കൂടാം. അല്ലെങ്കിൽ അതിലാരെങ്കിലും ഒരാളുടെ കൈ കൊണ്ട് നിന്റെ ജീവിതം തീരും, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയട്ടെ. വിഷ്ണു പറയാണ്, ചന്ദ്രബോസെ സത്യത്തിന് ഒരിക്കലും ഒളിമറകളില്ല. സത്യം എത്രയാണെന്ന് പറഞ്ഞാലും അത് മറകളെല്ലാം നീക്കി പുറത്തു വരും എന്നുള്ള രീതിയിലൊക്കെ വിഷ്ണു പറയാം. വിഷ്ണു അത് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് ചന്ദ്രബോസിനെ വെല്ലുവിളിച്ചാണ് അവിടെ നിന്ന് വരുന്നത്. നമുക്ക് കാണാവിടാന്ന് ചന്ദ്രബോസും പറയുന്നു. എന്നിട്ട് വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റാൻ പറഞ്ഞു. വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റി നേരെ കോടതിയിലേക്ക് കൊണ്ടുവരുവാണ്. കോടതിയുടെ വാതിക്കൽ സത്യാമ്മ നിൽപ്പുണ്ട്. സത്യാമ്മയോടി വിഷ്ണുവിൻ്റെ അടുത്തോട്ട് എന്നിട്ട് മോനെ എന്ന് വിളിക്കുകയാണ്. വിഷ്ണു സത്യാമ്മയുടെ വിളി കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോഴേക്കും ആണ് ഈ ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്ണു ഓർത്തത്. അമ്മയോട് ഒത്തിരി ഇതായിട്ട് കാണരുത്, ഇച്ചിരി സ്നേഹത്തോടു കൂടി ഒക്കെ നിൽക്കണം സത്യാമ്മയുടെ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ശാലിനി പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ. അതൊക്കെ ഓർത്തിട്ട് സത്യാമ്മയെ ഒന്ന് നോക്കിയിട്ട് വേഗം അങ്ങ് ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണ്. അല്ലെങ്കിൽ നേരത്തെ വിഷ്ണുവിനോട് പറഞ്ഞായിരുന്നല്ലോ സത്യാമ്മയോട് വിഷ്ണു ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ സത്യാമ്മയെക്കാട്ടിലും കൂടുതൽ വേദനിക്കുന്ന എനിക്കാണെന്ന്. ആ ഒരൊറ്റ കാരണത്തിൽ മാത്രമാണ് സത്യാമ്മയുടെ മുഖത്തോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അർജുനെയാണ്. അർജുൻ വരുമ്പോഴേക്കും ഭയങ്കര ആകാംക്ഷയോടുകൂടി സത്യാമ്മ ഓടിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, അർജുനെ എടാ എൻ്റെ മോനെ ഇന്ന് എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും അർജുൻ പറയണം, ശാലിനി നേരത്തെ തീരുമാനിച്ച പോലാണെങ്കിൽ വിഷ്ണുവിനെ ഉറപ്പായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാം. നേരത്തെ തീരുമാനിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ വിഷ്ണുവിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ കോടതിയിലകത്തോട്ട് പോവാണ്. പിന്നീട് അമീർ അബ്ദുള്ള അർജുനും തമ്മിലുള്ള വാദങ്ങൾ നടക്കുകയാണ്. അപ്പോഴേക്കും അമീർ അബ്ദുള്ള ചോദിക്കുകയാണ്, 15 ദിവസത്തിനുള്ളിൽ കാർത്തികയെ ജീവനോട് കൊണ്ടുവന്നാണെന്നല്ല പറഞ്ഞത്. തെളിവുകൾ എന്ത് തെളിവുകൾ നിരത്താൻ പറയുകയാണ്. അർജുൻ്റെ തെളിവ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ലാത്തതുകൊണ്ട് അർജുൻ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും അമീർ അബ്ദുള്ള പറയുകയാണ്, അർജുൻ തോറ്റതായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ അതേ ഉള്ളൂ രക്ഷ, വേറെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങൾ ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞ് അർജുനെ കളിയാക്കാണ്. അർജുൻ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം അർജുൻ്റെ അടുത്ത് പ്രത്യേക തെളിവ് കാര്യങ്ങളൊന്നുമില്ല. ശാലിനി വന്നിട്ടുമില്ല. അർജുനൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ചില്ലാത്തതുകൊണ്ട് കോടതി പറയുകയാണ്, ഇനിയും പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് വിഷ്ണുവോട് ചോദിച്ചിട്ട് വിഷ്ണു ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോഴേക്കും പറയുകയാണ്, ഇനിയും അന്തിമ വിധി പറയാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. കാരണം ഇവർ തെളിവൊന്നും കൊണ്ടുവരാത്ത സ്ഥിതിക്ക് ചന്ദ്രബോസും ടീമും ജയിച്ചതായിട്ടുള്ള രീതിയിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ അവസാനമായിട്ട് എന്തെങ്കിലും തെളിവ് ഇനിയും പ്രതിഭാഗത്തിന് സമർപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേഗം ശാലിനി വരികയാണ്. ശാലിനി വന്നിട്ട് പറയുകയാണ്, ആ തെളിവുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ശാലിനിയെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കി ഒരുമാതിരി ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മധുശ്രീ പറയണം, ആ തെളിവുണ്ട്, കാർത്തികയെ മരിച്ചിട്ട് 2 ദിവസം, അതായത് കാർത്തികയെ കിണറ്റിൽ കൊന്നിട്ട് കിണറ്റിലിട്ടേക്കുവാണെന്നുള്ള രീതിയിലാണ് ആ ഗുണ്ടകൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് കാർത്തിക മരിച്ചു എന്നുള്ളത്. മധുശ്രീയോട് വിളിച്ചു പറയുന്ന കാർത്തികം കേട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മധുശ്രീനെ ആലോചിക്കുകയാണ്, കാർത്തിക മരിച്ചു പിന്നെ എങ്ങനെ എന്നാ തെളിവായിട്ടാണ് ഇവൾ വരാൻ പോകുന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ജഡ്ജി ചോദിക്കുകയാണ്, 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തെളിവായിട്ട് ജീവനോടുകൂടി ഉണ്ടെന്നുള്ള ഇതിന് തെളിവായിട്ട് വരാമെന്നല്ലേ പറഞ്ഞു. പ്രതിഭാഗം വക്കീലിന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ എന്ത് തെളിവാണുള്ളത്, എന്തിയ തെളിവെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി പറയാണ്, മരിച്ചു പോയെന്ന് പറഞ്ഞ ആളെ ജീവനോട് കൊണ്ടുവന്നാൽ മതിയല്ലോ, അതല്ലേ ഏറ്റവും വലിയ തെളിവെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മധുശ്രീ ശാലിനി അനുവിനെ വിളിക്കുകയാണ്, അനുപല്ലവി വിളിക്കുകയാണ്. അനുപല്ലവി ഇങ്ങോട്ട് കയറി വരുവാണ്. അനുപല്ലവിയുടെ പുറകിൽ കാർത്തികൻ വരുവാണ്. ഹോസ്പിറ്റലിൽ നിന്നാണ് കാർത്തികൻ കൊണ്ട് വരുന്നത്. ഇത് കണ്ടിട്ട് മധുശ്രീയുടെ കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം കിണറ്റി മരിച്ചു വീണെന്ന് പറഞ്ഞാണല്ലോ ആ ഗുണ്ടകൾ. ഇതെല്ലാം കൂടെ ഓർത്തിട്ട് ചന്ദ്രബോസും മധുശ്രീയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി പറയാണ്, സാർ ഇതാണ് കഴിഞ്ഞ ദിവസം നെട്ടൂർ പാലത്തിനടി കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടി ഇത് ജീവനോടുകൂടി വന്നിട്ടുണ്ട്. ഇതിലും വലിയ തെളിവൊന്നും വേണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ശാലിനി ജഡ്ജിയോട് പറയാണ്.
അപ്പോൾ ജഡ്ജി പറയുകയാണ് കാർത്തിയെ കൂട്ടിൽ കയറ്റി നിർത്താൻ പറയുകയാണ്. എന്നിട്ട് കാർത്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ കാർത്തി ആദ്യം ആ സ്വന്തം അച്ഛനമ്മയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് കല്യാണം കഴിഞ്ഞ് വീട് വിട്ടിറങ്ങാനുള്ള കാര്യം, ഹർഷനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഹർഷന് വേറൊരു വിവാഹം കഴിച്ചെന്ന് മധുശ്രീ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ വിഷ്ണുവേട്ടനായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി തയ്യാറായത്, എന്നെ സഹായിച്ച് വിഷ്ണുവേട്ടനെതിരെ തന്നെ നിൽക്കാൻ കാരണം ഈ മധുശ്രീ ആണെന്നുള്ള രീതിയിലൊക്കെ ജഡ്ജിയോട് പറയണം. എന്നിട്ട് പറയാണ് വിവാഹത്തിനന്ന് ഞാൻ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കിയത് ഞങ്ങൾ ഫോണിൽ നോർമൽ സംസാരിച്ചെല്ലാം ഫോണിൽ പിടിച്ചെടുക്കുകയും ചെയ്തതും എല്ലാം ഈ മധുശ്രീ ആണെന്നും അതെല്ലാം ചന്ദ്രബോസിന് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ കേസാക്കിയതെല്ലാം ഈ മധുശ്രീയും ചന്ദ്രബോസും കൂടെ ചേർന്നാണെന്നുള്ള രീതിയിലെല്ലാം കോടതിയിൽ കാർത്തിക പറയുകയാണ്. തന്നെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നെന്നും കഴിഞ്ഞ ദിവസം ഗുണ്ടകൾ ഓടിച്ച സമയത്ത് കാർത്തികയ്ക്ക് വെടികൊണ്ട കാര്യവും വെടികൊണ്ട് കിണറ്റിലേക്ക് വീഴുകയും പിന്നീട് വന്ന് രക്ഷിച്ച് ശാലിനിയാണ് രക്ഷിച്ചതെന്നും ശാലിനിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോഴേക്കും ജഡ്ജി വിധി പറയുകയാണ് കൊല്ലപ്പെട്ടെന്ന് പറയുന്ന കുട്ടി ജീവനോടുകൂടി വന്ന് നിൽക്കുന്നു, ഇതിലും വലിയ തെളിവുകളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഈ കേസിന് ഇനി യാതൊരു പ്രശസ്തിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കേസ് തീരുവാണ്. വിഷ്ണു അതുപോലെ സ്വതന്ത്രനായിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും സന്തോഷത്തിലാണ്. മധുശ്രീ ചന്ദ്രബോസ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ്. സത്യാമ്മ ഉൾപ്പെടെ ഭയങ്കര സന്തോഷത്തിലാണ്. കൂടാതെ തന്നെ ശാലിനി ചന്ദ്രബോസിനോട് മുട്ടം പണിയും കൂടെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി സ്റ്റേഷനിൽ വെച്ച് വിഷ്ണുവിന് ചോറിനകത്ത് വിഷം കലക്കി കൊടുത്തതിൻ്റെ കാര്യങ്ങളും അത് ചന്ദ്രബോസ് ചെയ്തെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കോടതിയോട് പറയണം. അപ്പോഴേക്കും ചന്ദ്രബോസ് പറയാണ് ഇതൊക്കെ എന്നോട് ഉള്ള ദേഷ്യത്തിന് പറയുന്ന, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ തെളിവുണ്ടോ എന്നൊക്കെ ശാലിനിയോട് ചോദിക്കുകയാണ്. ഉടനെ ശാലിനി പറയും എൻ്റെ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി ചന്ദ്രബോസ് ചോറിനകത്ത് വിഷം കലക്കുന്ന ഒരു വീഡിയോ അവിടെ ഒരു ശാലിനിയോട് അടുപ്പമുള്ളൊരു പോലീസുകാരൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ശാലിനി കൈമാറിയായിരുന്നു. ആ വീഡിയോയും കൂടെ ഷെയർ ചെയ്യുന്നത് അവിടെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അതോടുകൂടി ചന്ദ്രബോസിൻ്റെ കള്ളത്തരങ്ങളും പൊളിയുകയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കൂടെ കണ്ടിട്ട് സത്യാമ്മയ്ക്കാണ് അതിനേക്കാൾ വിഷമമാണ്. ഇത്രയും ദിവസം ശാരദാമ്മയും ശാലിനിയൊക്കെ എൻ്റെ വിഷ്ണുവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ഇത്ര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് സത്യാമ്മയ്ക്ക് അങ്ങ് കുറ്റബോധം വരികയാണ്. പിന്നീട് ജഡ്ജി പറയുകയാണ് വിഷ്ണുവിൻ്റെ മേൽ ഇനി ഒരു കുറ്റമില്ല, വിഷ്ണുവിന് സ്വതന്ത്രനായിരിക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുകയാണ്. അതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഒരു ഭാഗത്താണ് സത്യാമ്മ അർജുൻ്റെയും രോഹിതിൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടി വിഷ്ണുവിനെ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ കഴിയുകയാണ്. ഈ ചാനലിനകത്ത് ഈ സീരിയലൊക്കെ കാണണം. നമ്മുടെ ചാനലിൻ്റെ പ്രൊമോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് കൂടെ കൂടണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജന ഷമോൻ.